കണക്കും ചോദിച്ചു വരില്ലല്ലോ. മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം ചെറിയച്ച? ഇത്രയും നാളും ഈ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഓരോ നിമിഷവും ജീവിച്ച ഞാൻ പിന്നെ എങ്ങനെ പറയണം? എല്ലാവരും കേൾക്കാനായിട്ട് പറയുവാ, കിരണിനും ദുർഗയ്ക്കും ആർഭാടമായിട്ടൊരു കല്യാണം നടക്കും. അതിന് ഞാൻ എന്റെ പണം മാത്രം ചെലവഴിച്ച് നടത്തും. കുടുംബസ്വത്തിൽ നിന്ന് ഒരു ചില്ലി കാശ് പോലും ഞാൻ എടുക്കുന്നില്ല. പോരെ? വിടരുത്, ഒരു കാരണവശാലും വിടരുത്. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒരു ഉഗ്രൻ ചാൻസാ. ഇപ്പൊ പിടിച്ചാൽ രക്ഷപ്പെട്ടു. അതെ, ഒരു കാരണവശാലും ആ കല്യാണം നടത്താൻ സമ്മതിക്കരുത്. അല്ല, ഇതിനാണോ നീ ഇങ്ങോട്ട് വന്നത്? എന്തൊക്കെ സംഭവിച്ചാലും ഇവരുടെ ഈ സ്വഭാവം മാറാൻ പോകുന്നില്ല. അല്ല മനുഷ്യ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ലേ? മനുഷ്യരുടെ സമാധാനം കളഞ്ഞ് വീട്ടിൽ വഴക്കുകൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇളക്കി വിടുന്നതാണോ നിങ്ങളുടെ സംസാരം? മതി നീ സംസാരിച്ചത്. ഞങ്ങൾ അറിഞ്ഞ നീ വരാൻ നോക്ക്. അപ്പച്ചി ഇപ്പൊ വരുന്നില്ല, നിങ്ങൾ പോക്കോ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. അപ്പോ നിന്റെ മോളോട് ഞങ്ങൾ എന്ത് പറയണം? അപ്പച്ചി കുറച്ചു കഴിഞ്ഞങ്ങ് വന്നോളൂ. അഞ്ജുനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വാമേ, നമുക്കിറങ്ങാം. ഞങ്ങൾ ഇറങ്ങാം. പോയിട്ട് വരാം. അതെ, രണ്ടുപേർക്കും ദുർഗയോടാ പ്രിയം. അതാ നമ്മളോട് ഇത്ര ദേഷ്യം. അത് വിട്ടേക്ക്. പക്ഷെ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ആ ദുർഗയാണ്. അവൾ ആരാ മോളെന്നറിയും. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഐറ്റവാ. അതെ, ഒന്ന് ഓർത്തു നോക്കിക്ക്. ആദ്യം അവൾ അവനെ വിളിച്ചോണ്ട് ഗതി മുട്ടിയ പോലെ ഈ വീടിന്റെ വാതിക്കെ വന്നു നിന്നു. പൂർണിമയുടെ കൈയും കാലും പിടിച്ച് അകത്ത് കയറി. ഇപ്പൊ പൂർണിമയുടെ വിശ്വാസം പിടിച്ചു പറ്റി ഓരോന്നോരോന്നായി സ്വന്തമാക്കിക്കൊണ്ടിരിക്കും.